ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാനോ മെറ്റീരിയൽസിന്റെ സിന്തസിസ് മെത്തേഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. നാനോ സ്കെയിൽ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അസംബിൾ ചെയ്ത് നാനോ സ്കെയിൽ റേഞ്ചിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിന്തസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിന്തസിസ് തന്നെ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ടോപ്പ് ടു ഡൗൺ അപ്രോച്ചും ഉണ്ട്, ബോട്ടം ടു അപ്പ് അപ്രോച്ചും ഉണ്ട്. രണ്ട് തരം അപ്രോച്ചുകളാണുള്ളത്. ബൾക്കായിട്ടുള്ള മെറ്റീരിയൽ എടുത്ത് ആദ്യം പൗഡേർഡ് ഫോമിലാക്കി പൗഡേർഡ് ഫോമിനെ പിന്നെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അതേസമയം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന് സ്റ്റാർട്ട് ചെയ്ത് അതിനെ ക്ലബ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ക്ലസ്റ്റേഴ്സ് ആക്കി അതിൽ നിന്ന് നാനോ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുകയാണെങ്കിൽ ആ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്നും പറയുന്നത്. ഇനി നമുക്ക് ഓരോ മെത്തേഡും എന്താണെന്നും അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബൾക്ക് മെറ്റീരിയലിനെ അപ്പോൾ ഗ്രാജുവലി ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത് നാനോ സ്കെയിലിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ പ്രോസസ്സ് ആവാം അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സ് ആവാം. ഫിസിക്കൽ പ്രോസസ്സുകൾ വഴിയാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ അത് ഫിസിക്കൽ മെത്തേഡ് വഴിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയും. കെമിക്കൽ പ്രോസസ്സസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നാനോ മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് കെമിക്കൽ മെത്തേഡ് വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഡൗൺ മെത്തേഡിലെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആവാം അല്ലെങ്കിൽ കെമിക്കൽ ആവാം. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഒന്നാമത്തെ തന്നെ മില്ലിംഗ് ആണ്. മില്ലിങ്ങിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രൈൻഡിങ് ആണ്. ബൾക്ക് മെറ്റീരിയൽ എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് അതിനെ നാനോ സ്കെയിൽ റേഞ്ചിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മില്ലിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മിൽസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ബോൾ മിൽസ്. അപ്പൊ മില്ലിംഗ് എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഫിസിക്കൽ മെത്തേഡാണ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ലേസർ അബ്ലേഷൻ ആണ്. ലേസർ അബ്ലേഷനിൽ നമ്മൾ ലേസർ യൂസ് ചെയ്തുകൊണ്ട് മെറ്റീരിയലിനെ സഡൻലി ഇവാപറേറ്റ് ചെയ്ത് കൂൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോസസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലേസർ അബ്ലേഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു ഫിസിക്കൽ മെത്തേഡാണ്. ഡയറക്ട്ലി ലേസർ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് എച്ചിങ് ആണ്. സർഫസിലുള്ള മെറ്റീരിയൽസിനെ ലെയർ ബൈ ലെയർ ആയിട്ട് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എച്ചിങ്ങിൽ നടക്കുന്നത്. അപ്പൊ നമുക്കിപ്പോൾ സപ്പോസ് ഈ ഒരു പോർഷനിലത്തെ മെറ്റീരിയൽ ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യും. ബാക്കി എല്ലായിടത്തും പ്രോസസ്സ് സാധാരണ പോലെ നടക്കും. മാസ്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് മാത്രം പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ അങ്ങനെ മെറ്റീരിയലിനെ നാനോ സ്കെയിൽ റേഞ്ചിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എച്ചിങ് എന്ന് പറയുന്നത്. എച്ചിങ് പറയുന്നത് കെമിക്കൽ പ്രോസസ്സാണ്. കാരണം മാസ്ക് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ലിത്തോഗ്രാഫി ആണ്. നാനോ സ്കെയിൽ റേഞ്ചിലുള്ള പാറ്റേൺസ് സർഫസിൽ ലൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം കൊണ്ടോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലിത്തോഗ്രാഫി പറയുന്നത്. അപ്പൊ ഇത്രയും മെത്തേഡ്സ് ആണ് ടോപ്പ് ഡൗൺ മെത്തേഡ്സിന് എക്സാമ്പിൾ. ഇനി കുറച്ച് ബോട്ടം അപ്പ് മെത്തേഡ്സ് ആണ്. ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാനോ പാർട്ടിക്കിൾസിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് ആണ് സാധാരണ ഉണ്ടാവാറ്. പിന്നെയുള്ളത് സെൽഫ് അസംബ്ലി ആണ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് സോൾജൽ മെത്തേഡ്, കെമിക്കൽ റിഡക്ഷൻ, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ഒക്കെയാണ്. അല്ലെങ്കിൽ സോൾജൽ മെത്തേഡും അതുപോലെ തന്നെ കെമിക്കൽ റിഡക്ഷൻ മെത്തേഡും നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം സോൾജൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം വരുന്ന പ്രോസസ്സ് ഹൈഡ്രോളിസിസ് ആണ്. അതിനുശേഷം പോളികണ്ടൻസേഷൻ, ദെൻ ജലേഷൻ, ഏജിങ്, ഡ്രൈയിങ്, കാൽസിനേഷൻ. ഇങ്ങനെ 6 പ്രോസസ്സസ് ആണ് സോൾജൽ മെത്തേഡിൽ ഉള്ളത്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന പ്രോസസ്സാണ് നമ്മുടെ സോൾജൽ മെത്തേഡിൽ നടക്കുന്നത്. സോൾട്ട് അല്ലെങ്കിൽ ആൽക്കോക്സൈഡ് നമ്മൾ വാട്ടറും സോൾവെന്റും ആയിട്ട് മിക്സ് ചെയ്യും. അതാണ് ഹൈഡ്രോളിസിസിൽ നടക്കുന്നത്. അപ്പൊ ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുന്നത്. ഈ മെറ്റൽ ഹൈഡ്രോക്സൈഡിനെ, അതായത് ഹൈഡ്രോളൈസ്ഡ് ആയിട്ടുള്ള ഈ മോളിക്യൂൾസിനെ ടുഗദർ ലിങ്ക് ചെയ്യാണ്. അങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് സോൾജൽ മെത്തേഡിലെ സോൾ എന്ന് പറയുന്നത്, അഥവാ കൊളോയിഡൽ സസ്പെൻഷൻ ആണത്. ഇങ്ങനെ സോള് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളി കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ജലേഷൻ എന്ന് പറഞ്ഞാൽ ജെല്ലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ
ഈ സോളിനെ പോളിമറൈസ് ചെയ്യാം. ഇൻക്രീസ്ഡ് പോളിമറൈസേഷൻ വഴിയാണ് കൊളോയിഡൽ സസ്പെൻഷനിൽ നിന്ന് ഒരു ജെൽ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു 3D സ്ട്രക്ചർ, ഫോർമേഷൻ ഓഫ് 3D നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിലാണ് നടക്കുന്നത്. അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ട്രാൻസിഷൻ നടക്കുന്നത്. അടുത്ത പ്രോസസ്സാണ് ഏജിങ്. നമ്മൾ ഈ ജെൽ നെറ്റ്വർക്ക് തന്നെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഏജിങ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ കണ്ടൻസേഷൻ ഒക്കെ ചെയ്യും. കണ്ടൻസേഷൻ നടക്കുമ്പോൾ നമുക്ക് ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ആൽക്കഹോൾ ഒക്കെയാണ് ഉണ്ടാവുക. അതിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രൈയിങ് ആണ്. ഈ ജെല്ലിൽ നിന്ന് സോൾവെന്റിന്റെ ഇവാപറേഷൻ ചെയ്യുന്നു. അപ്പൊ ഇവാപറേഷൻ ചെയ്ത് കഴിയുമ്പോൾ അത് പോറസ് സ്ട്രക്ചർ ആവും. ആ പോറസ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് സിറോജെൽ എന്നാണ്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കാൽസിനേഷൻ ആണ്. ഇങ്ങനെ കിട്ടിയിട്ടുള്ള പോറസ് ആയിട്ടുള്ള സിറോജെല്ലിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുന്നു. അപ്പൊ നമുക്ക് ഹൈലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള അതുപോലെ ഓർഗാനിക് റെസിഡ്യൂസ് ഒക്കെ റിമൂവ് ആയിട്ടുള്ള നമ്മുടെ നാനോ മെറ്റീരിയൽ കിട്ടും. അതാണ് നമ്മുടെ സോൾജൽ മെത്തേഡ് വഴിയുള്ള സിന്തസിസ് പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി അടുത്തൊരു പ്രോസസ്സും കൂടി നമുക്ക് നോക്കാണ്ട്, അതാണ് സിന്തസിസ് ബൈ കെമിക്കൽ റിഡക്ഷൻ. കെമിക്കൽ റിഡക്ഷൻ വഴിയാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സിന്തസിസ് ബൈ കെമിക്കൽ റിഡക്ഷൻ എന്ന് ആ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് 4 പ്രോസസ്സസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഏറ്റവും ആദ്യം റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ്. പിന്നെ ന്യൂക്ലിയേഷൻ നടക്കുന്നു, അതിനുശേഷം ഗ്രോത്ത് നടക്കുന്നു, സ്റ്റെബിലൈസേഷൻ നടക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. സോൾജൽ മെത്തേഡിൽ പറഞ്ഞ പോലെ തന്നെ പ്രീകഴ്സേഴ്സ് എടുക്കുന്നത്, അതായത് മെറ്റൽ ആൽക്കോക്സൈഡ് അല്ലെങ്കിൽ സോൾവെന്റ്സിൽ മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ റെഡ്യൂസിങ് ഏജൻസ് ആഡ് ചെയ്യുന്നു. റെഡ്യൂസിങ് ഏജൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത് മെറ്റൽ ആറ്റംസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. അപ്പോൾ വരുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് മെറ്റൽ അയോൺസിനെയാണ് കാണിച്ചിട്ടുള്ളത് Mn+ എന്നുള്ള രീതിയിൽ. അത് റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അയോൺസ് മാറി അതെന്തായി മാറും, മെറ്റൽ ആറ്റംസ് ആയി മാറും. ഒപ്പം ബൈ പ്രൊഡക്ട്സും നമുക്ക് ഉണ്ടാവും. അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയേഷൻ ആണ്. അപ്പൊ റിഡക്ഷൻ റിയാക്ഷൻ കഴിഞ്ഞിട്ടുള്ള മെറ്റൽ ആറ്റംസ്, റെഡ്യൂസ്ഡ് മെറ്റൽ ആറ്റംസിനെ ഒരുമിച്ചാക്കി സ്മോൾ മെറ്റൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രോത്ത് ആണ്. നാനോ പാർട്ടിക്കിൾസ് ഗ്രോ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതായത് കൂടുതൽ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മെറ്റൽ ആറ്റംസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമുക്കത് കൺട്രോൾഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഏജൻസിനെയാണ് സ്റ്റെബിലൈസിങ് ഏജൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സർഫക്റ്റൻസ് എന്ന് പറയുന്നത്. സ്റ്റെബിലൈസേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നാനോ പാർട്ടിക്കിൾസിന്റെ സർഫസിൽ അഡ്സോർബ്ഡ് ആയതിനു ശേഷം കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാതെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് കൊളോയിഡൽ ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് കിട്ടും. ഇതാണ് നമ്മുടെ കെമിക്കൽ റിഡക്ഷൻ വഴിയുള്ള പ്രോസസ്സിൽ നടക്കുന്നത്. Here we are winding up the synthesis of nanomaterials. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.